പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തുടക്കത്തിലേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കാണണം. കാരണം മലയാളത്തിൽ ഇതുവരെ ആരും പറയാത്ത വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള, നമ്മുടെ രാജ്യത്തോട് കൂറുള്ള മുഴുവൻ ആളുകളും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെ ഒരു പ്രത്യേക ആംഗിളിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർണായകമായ ചില മാറ്റങ്ങളെ അറിയാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഇപ്പോൾ അസീം മുനീർ, പാകിസ്ഥാൻ്റെ സൈന്യാധിപൻ, അയാൾ അമേരിക്കയിലേക്ക് എത്തി. വൈറ്റ് ഹൗസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് ഒരു ഉച്ചവിരുന്ന് നൽകി. പക്ഷേ അടച്ചിട്ട മുറിയിൽ നടന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് ഇന്ത്യക്കുള്ള പണിയാണോ? പലരും പറയുന്നത് പാകിസ്ഥാൻ അതിൻ്റെ സൈനിക മേധാവി അമേരിക്കയിലെത്തുന്നു, അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നു എന്ന് മാത്രമല്ല, പ്രസിഡന്റ് ക്ഷണിച്ച് അദ്ദേഹത്തിന് ഉച്ചവിരുന്ന് കൊടുക്കുന്നു. സിനു പറഞ്ഞതുപോലെ ഇത് അത്യപൂർവമാണ്. അങ്ങനെയൊന്നും കേട്ടുകഴിവിയില്ല. വിദേശ രാജ്യത്തെ സൈനിക തലവന്മാർ അമേരിക്കയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് കാണാറൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് പിന്നെ സദ്യ കൊടുക്കുന്നത് പിന്നെ കണ്ടാലല്ലേ, അതുപോലും സംഭവിക്കാറില്ല. പ്രത്യേകിച്ച് ഇനി ആരെങ്കിലും വിദേശ രാജ്യത്തെ സേനാ തലവന്മാരെത്തിയാൽ അമേരിക്കയുടെ സേനാ തലവനെ പോലും കാണാറില്ല. വല്ല ഉപമേധാവിയോ വല്ലതൊക്കെയാണ് കണ്ടു മടങ്ങാറുള്ളത്. അപ്പോൾ അസീം മുനീറിനെ വലിയ ആഘോഷത്തോടെ അവിടെ സ്വീകരിച്ച് വിരുന്ന് കൊടുത്തു. അതിന് തൊട്ട് മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു. അമേരിക്കൻ സൈന്യത്തിൻ്റെ 250-ാം വാർഷികം. 250-ാം വാർഷികത്തിൽ നടക്കുന്ന ഔദ്യോഗിക പരേഡിൽ അസീം മുനീറിനെ ക്ഷണിച്ചിരിക്കുന്നു അമേരിക്ക എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മളും ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലേ? സിനു ഉൾപ്പെടെയുള്ള ചർച്ച വന്നിട്ടുണ്ട്. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ പരേഡ് നടന്നില്ലെന്നല്ല, അസീം മുനീറിനെ ക്ഷണിച്ചിരുന്നില്ല. അസീം മുനീറിനെ ക്ഷണിച്ചിട്ടില്ല എന്ന് അമേരിക്ക ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് അസീം മുനീർ അവിടെ ഉണ്ടായിരുന്നു. അസീം മുനീറിനെതിരെ പാകിസ്ഥാനികൾ, അമേരിക്കയിലെ പാകിസ്ഥാനികൾ, ഇവൻ നരഭോജിയാണ്, കൂട്ടക്കൊലപാതകങ്ങളുടെ ഉത്തരവാദിയാണ്, തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അസീം മുനീറിനെ തൻ്റെ വൈറ്റ് ഹൗസിലെ വെള്ളക്കൊട്ടാരത്തിലേക്ക് വിളിച്ച് വിരുന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതാദ്യമായിട്ടല്ല പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയെ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച് ഇതുപോലെ ലഞ്ച് കൊടുക്കുന്നത്. അത് കേട്ടിട്ടുണ്ടോ സിനു? ഇല്ല, മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് അയൂബ് ഖാനെ ക്ഷണിച്ച് വിരുന്ന് കൊടുത്തിട്ടുണ്ട് കെന്നഡി. സിയാ ഉൾ ഹക്കിനെ വിളിച്ച് 2 അമേരിക്കൻ പ്രസിഡന്റുമാർ വിരുന്ന് കൊടുത്തിട്ടുണ്ട്, ജിമ്മി കാർട്ടറും റീഗനും. നമ്മുടെ മുഷറഫ് ഉണ്ടല്ലോ, മുഷറഫിനെ വിളിച്ച് വിരുന്ന് കൊടുത്തിട്ടുണ്ട് ബുഷ്. അപ്പോൾ മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള ആലോചിക്കണം. അതായത് കെന്നഡി വിരുന്ന് കൊടുത്ത അയൂബ് ഖാൻ, ജിമ്മി കാർട്ടറും റീഗനും വിരുന്ന് കൊടുത്ത സിയാ ഉൾ ഹക്ക്, ബുഷ് വിരുന്ന് കൊടുത്ത പർവേസ് മുഷറഫ്. അവർ പട്ടാള മേധാവികളായിരുന്നു. ട്രംപിൻ്റെ സ്ഥാനത്ത് അന്നുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ ലഞ്ച് കൊടുത്തതിന് ശേഷം അവർ പാകിസ്ഥാൻ്റെ ഭരണാധികാരികളായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ അട്ടിമറി നടത്തി. അപ്പോൾ അവിടുത്തെ, അതായത് പാകിസ്ഥാനിലെ നേതൃത്വമായി ഞങ്ങൾ കാണുന്നത് അയൂബ് ഖാനെയാണെന്ന് കെന്നഡിയും, സിയാ ഉൾ ഹക്കിനെയാണെന്ന് ജിമ്മി കാർട്ടറും റീഗനും, പർവേസ് മുഷറഫിനെയാണെന്ന് ബുഷും ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദർഭമായിരുന്നു ഈ വിരുന്നുകൾ. സമാന ചിത്രത്തിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ്റെ ഡിഫാക്റ്റോ ലീഡർ ഷഹബാസ് ഷെരീഫ് അല്ല, ആരാണ്? അസീം മുനീറാണെന്ന് അമേരിക്ക എൻഡോഴ്സ് ചെയ്തു. എന്നു പറഞ്ഞാൽ മുനീറെ, നീ അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിനെ അട്ടിമറിക്കൂ എന്നാണ്. മുൻകാല അനുഭവങ്ങൾ വെച്ചു നോക്കിയാൽ അമേരിക്ക ബുഷാണോ, റീഗനാണോ, കെന്നഡിയാണോ, ട്രംപാണോ ഒന്ന് മാറ്റുക. അത് വ്യക്തിയല്ല. അമേരിക്കൻ പ്രസിഡന്റ് ചെയർ ആവശ്യപ്പെടുന്നത് യു ആർ ദ ഡിഫാക്റ്റോ ലീഡർ, നിങ്ങളാണ് പാകിസ്ഥാൻ്റെ നേതൃത്വം എന്ന് പറയലാണ്. അങ്ങനൊരു വലിയ സന്ദേശം ഈ വിരുന്നിനു പിന്നിലുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അമേരിക്കൻ സേനയുടെ 250-ാം വാർഷികം. 250-ാം വാർഷികത്തിന് മുനീർ അങ്ങോട്ട് പോകുന്നു എന്നാണ് ലോകം മുഴുവൻ വാർത്ത പറയുന്നത്. അങ്ങനെ ആയിരുന്നില്ല. മുനീറിനെ ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ ക്ഷണിച്ചതാണ് അമേരിക്കയിലേക്ക്. പാകിസ്ഥാൻ്റെ സൈന്യാധിപനെ ഒരു വ്യക്തി അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. ആ വ്യക്തിയുടെ പേര് സാജിദ് തരാർ എന്നാണ്. സാജിദ് തരാർ അമേരിക്കയിലെ ബിസിനസ്സുകാരനാണ്, ട്രംപിൻ്റെ സുഹൃത്താണ്. അമേരിക്കൻ മുസ്ലിംസ് ഫോർ ട്രംപ്, ട്രംപിന് വേണ്ടി നിലകൊള്ളുന്ന അമേരിക്കൻ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപകനാണ്.
ആ സ്ഥാപകനായ സാജിദ് തരാറിൻ്റെ ക്ഷണപ്രകാരമാണ് അസിം മുനീർ ഇന്നലെ നടക്കുന്ന വിരുന്നിനു വരെ അമേരിക്കയിലെത്തിയത്. അത് ട്രംപിനെ സഹായിക്കുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ മൂവ്മെൻറ്റിലെ പ്രധാന പില്ലറുകളിലൊന്നാണ് സാജിദ് തരാർ. അപ്പോൾ സാജിദ് തരാർ വിളിച്ചിട്ടാണ് മുനീർ അവിടെ വന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ട്രംപുമായി സാജിദ് തരാറിനുള്ള ബന്ധം കൂടി ആലോചിക്കുമ്പോൾ ആര് പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഈ വിരുന്ന് നടന്നിരിക്കുക? സാജിദ് തരാർ പറഞ്ഞിട്ടായിരിക്കാം. ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ? അപ്പോൾ ട്രംപിനെ നിയന്ത്രിക്കുന്നത് ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളും വലിയ സമ്പന്നരും ബിസിനസ്സുകാരുമാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് അസിം മുനീറിൻ്റെ അമേരിക്കൻ സന്ദർശനവും ഈ പറയുന്ന വിരുന്നും. മാത്രമല്ല, ആദ്യത്തെ ട്രംപിൻ്റെ സർക്കാരിൽ സാജിദ് തരാറിൻ്റെ മകൻ ട്രംപിൻ്റെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗവുമായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം ക്ലിയർ ആയല്ലോ. പക്ഷേ ഈ സാജിദ് തരാർ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ട്രംപിനെ മാത്രമല്ല, നമ്മുടെ നരേന്ദ്രമോദിയും സാജിദ് തരാർ പ്രകീർത്തിച്ചിട്ടുണ്ട്. മോദി ഈസ് എ ഗ്രേറ്റ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധമുണ്ടാവണം എന്നും സാജിദ് തരാർ പറഞ്ഞിട്ടുണ്ട്. അസിം മുനീർ ഇപ്പോൾ അമേരിക്കയിൽ എത്തിയതിന്, സാജിദ് തരാറിൻ്റെ ക്ഷണപ്രകാരം അമേരിക്കയിൽ എത്തിയതിനെതിരെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് PTA ആണ്. അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രവർത്തകരാണ്. അവർ പറയുന്നത് എന്തറിയോ? ഇയാൾ ഈ ഹാർഡ് കോർ ഇസ്ലാമിസ്റ്റാണ്, ഭയങ്കര ജിഹാദി മനസ്സുള്ള ആളാണ് മുനീർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ PTA-ക്കാർ, അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതൃത്വം പറയുന്ന ഇയാൾ പ്രോ ഇസ്രയേലാണ്, അസിം മുനീർ ഇസ്രയേലിൻ്റെ ആളാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, സാജിദ് തരാറിനെ കുറിച്ച്, അതായത് ഇയാളെ ക്ഷണിച്ചുകൊണ്ട് പോയ സാജിദ് തരാറിനെ കുറിച്ച് പറയുന്നത് അയാൾ സിയോണിസ്റ്റ് സപ്പോർട്ടറാണ്, ജൂതന്മാരുടെ പിന്തുണ കൊടുക്കുന്ന ആളാണ്, പാലസ്തീൻ ഇറാൻ മുസ്ലിമുകളുടെ ശത്രുവാണ് സാജിദ് തരാർ എന്ന് പറയുന്നതും ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്സ് പോകുന്നത് എങ്ങനെയാണ് നോക്കൂ. അസിം മുനീർ നമ്മുടെ മുന്നിൽ ഇന്നലെ അയാൾ അമേരിക്കയിൽ നിന്ന് പറഞ്ഞു, പാകിസ്ഥാനിലെ പട്ടാളക്കാർ മുഴുവൻ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ കൊതിക്കുകയാണെന്ന് അസിം മുനീർ ഈ ട്രംപിൻ്റെ വിരുന്ന് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് പറയുന്നു. ഈ അസിം മുനീറിനെ കുറിച്ച്, അസിം മുനീറിനെ ക്ഷണിച്ചുകൊണ്ട് അമേരിക്കയിൽ കൊണ്ടുപോയിരിക്കുന്ന സാജിദ് തരാറിനെ കുറിച്ച് പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർ പറയുന്നു ഇയാൾ ഇസ്രയേലി പക്ഷപാതിയാണെന്ന്. നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് സമസ്യകൾ പോലെയാണ് ഈ ജിയോ പൊളിറ്റിക്സ് നീങ്ങുന്നത്. ഇനി മാത്രമല്ല, ഇയാളെ സംബന്ധിച്ച് ഈ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയോ? പാകിസ്ഥാനിൽ ഇറാന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലെ സിവിലിയൻ നേതാക്കന്മാർ, പാകിസ്ഥാനിലെ ഔദ്യോഗിക നേതൃത്വം ഇസ്രായേലിനെതിരാണ് നിലപാടെടുത്തത്. പാകിസ്ഥാനിലെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ പറഞ്ഞത് ഞങ്ങൾ പാകിസ്ഥാൻ ഇറാനൊപ്പം എന്നാണ് പറഞ്ഞത്. അതും കടന്നിട്ട് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായ ഖാജ്വ അസിഫ് എന്താ പറഞ്ഞത്? ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണം എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ്റെ യോഗം അടിയന്തരമായി വിളിക്കണമെന്നും പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പറയുന്നു. അപ്പോഴാണ് പാലസ്തീനെതിരെ ഇസ്രയേലിന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന സാജിദ് തരാർ, ഇമ്രാൻ ഖാൻ എതിർക്കുന്ന സാജിദ് തരാർ അസിം മുനീറിനെ ക്ഷണിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി ട്രംപിനൊപ്പം ഒരു മേശപ്പുറത്തിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയായിരിക്കും? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രംപ് പറയുകയാണ് അസിം മുനീർ അയൂബ് ഖാനെ പോലെ, സിയാവുൾ ഹക്കിനെ പോലെ, പർവേസ് മുഷറഫിനെ പോലെ നീയാണ് നാളെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി. അപ്പം ഭരണാധികാരം നിനക്കേൽപ്പിക്കും. എനിക്ക് വേണ്ടത് തിരിച്ചെനിക്ക് വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇവിടെ ഇപ്പം മനസ്സിലാകുന്നൊരു കാര്യം അല്ല, കേൾക്കൂ. പക്ഷേ എനിക്ക് തിരിച്ചു വേണം. ഒന്നും ഫ്രീ ഇല്ലല്ലോ. നിന്നെ പ്രധാനമന്ത്രിയാക്കും. യു ആർ ദ ഡിഫാക്ടോ ലീഡർ പറഞ്ഞു. ഞെട്ടിയിട്ടുണ്ട്. ഇത് ഇന്ത്യ അല്ല ഞെട്ടുന്നത്. അസിം മുനീറിനെ വിളിച്ച് ട്രംപ് ഉച്ചഭക്ഷണം കൊടുക്കുമ്പോൾ ഞെട്ടുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കിട്ടാത്ത പ്രിവിലേജാണ് സൈനിക നേതാവിന് കിട്ടുന്നത്, അല്ലേ? പാകിസ്ഥാനിലെ മുൻ സേനാനായകന്മാരൊക്കെ ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട്.
ഷഹബാസ് ഷെരീഫ് വിറയ്ക്കും. ഇന്ത്യയല്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് വിറയ്ക്കുന്നത്. കസേര പോവുകയാണ്. പാകിസ്ഥാനിലേക്ക് പട്ടാള ഭരണം വരാൻ പോവുകയാണ്. പട്ടാള ഭരണത്തിലുള്ള പച്ചക്കൊടി ട്രംപ് വീശിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇമ്രാൻഖാൻ്റെ PTA എതിർക്കുന്നത്. അതുകൊണ്ടാണ് അസീം മുനീർ അവിടെ ഇറങ്ങിയപ്പോൾ അവർ വലിയ ഹോർഡിങ്ങുകൾ വെച്ചിട്ട് അസീം മുനീർ നരഭോജിയാണ്, കില്ലറാണ് എന്ന് പറഞ്ഞിട്ട് PTA പ്രവർത്തകർ, പാകിസ്ഥാനികൾ അമേരിക്കയിൽ പ്രതിഷേധിച്ചത്. അപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ട്രംപ് പറയാണ് എനിക്ക് തിരിച്ചു വേണം. എന്താണെന്നറിയോ? 2 കാര്യങ്ങൾ. ഒന്ന്, മുസ്ലിം ഉമ്മത്ത് പറഞ്ഞ, അങ്ങനെയാണല്ലോ, ഒരു ലോകത്ത് എവിടെ ഒരു മുസ്ലിമിന് നൊന്താലും ബാക്കിയുള്ള സ്ഥലത്തെ മുസ്ലിമിന് നോവും എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അത് ഇന്നാൾ ഒരാൾ പറഞ്ഞു, ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, ഒരുത്തനോട് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ വന്ന് വഴക്കുണ്ടാക്കുന്നു, വാക്കേറ്റമായി. ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മറ്റേ ആൾ, അയാൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, അയാളെ അടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയേ. ഉടനെ കാണുന്നത് ബസ്സിലെ ഒരു പരിചയമില്ലാത്ത എല്ലാ മുസ്ലിമിനോട് വന്നിട്ട് ഇയാളെ എടുത്തിട്ട് ഇടിക്കുന്നു. അതാണ് മുസ്ലിം ഉമ്മത്ത്. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കൊന്നും അറിയത്തില്ല. ഈ മുസ്ലിം ഉമ്മത്ത് ലോകം മുഴുവനുണ്ട്. മുസ്ലിം ഉമ്മത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഇറാൻ്റെ കൂടെ നിൽക്കരുത്, കാരണം പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാണ്, നിൽക്കരുത്. 2ാമത്തെ കാര്യം അതിലും പ്രധാനമാണ്. 2ാമത്തെ കാര്യം, പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. എന്താണെന്നറിയോ? ഇറാനെതിരെ ഒരാക്രമണം അനിവാര്യമാണ്. ആക്രമിച്ചേ പറ്റൂ. ആക്രമിക്കും. കാരണം ഇസ്രയേലിന് ദിവസങ്ങൾ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇസ്രയേലിൻ്റെ ആവനാഴി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ ഒരാഴ്ചക്കകം ഇസ്രയേൽ തകർന്ന് തരിപ്പണമായി പോകും. ആ തരത്തിലേക്കാണ് അങ്ങനെ ഒരു സിനാറിയോ വരുന്നുണ്ട്. അത് നമുക്ക് വേറെ സംസാരിക്കാം. അപ്പോൾ ഉറപ്പായും അമേരിക്ക ഇറാനെ അടിക്കും, അല്ലെങ്കിൽ അയത്തുള്ള അലി ഖമനേയി നിരുപാധികം കീഴടങ്ങണം. പറ്റില്ല, തയ്യാറല്ല എന്ന് ഖമനേയി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ യുദ്ധം അനിവാര്യമാണ്. അമേരിക്കയുടെ അനിവാര്യം. വേണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആക്രമിക്കാം. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുസ്ലിം ഉമ്മത്താണ് പ്രശ്നം. അപ്പോൾ അവരെ അത്ര നിർബന്ധിക്കാൻ പറ്റില്ല. പിന്നെയുള്ളത് ഡിഗോ ഗാർഷിയയിലെ ബേസിൽ നിന്ന് ആക്രമിക്കാം. മെഡിറ്ററേനിയൻ സീയിൽ ഒരുപാട് കപ്പലുകൾ വന്നിട്ടുണ്ട്. അതെ അതെ. പക്ഷെ വലിയൊരു വമ്പൻ സേന വന്ന് നിരന്നിട്ടുണ്ട് അമേരിക്കയുടെ സൈന്യം. പക്ഷേ അതിനേക്കാൾ എളുപ്പം ഇറാനെ അടിക്കാൻ ഏറ്റവും വലിയ ലോഞ്ച് പാട് പാകിസ്ഥാനാണ്. ഇറാൻ്റെ അയൽരാജ്യം തൊട്ടടുത്തുനിന്ന് ഒരുപാടൊന്നും അവിടെ ഓൾറെഡി ഉണ്ടെന്നേ. നൂർഖാൻ ബേസ് മാത്രമേ നമ്മൾ തകർത്തിട്ടുള്ളൂ. അവിടെ അമേരിക്കയ്ക്ക് പരിക്ക് പറ്റിയിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൻ്റെ മണ്ണ് ഉപയോഗിച്ച് ഇറാനെ അടിക്കാൻ പറ്റും. ഫോർദോ അടക്കമുള്ള സ്ഥലങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം പാകിസ്ഥാൻ മണ്ണാണ്. ഇങ്ങനൊരു പൊളിറ്റിക്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ മുനീറിലൂടെ ഇസ്രയേലും അമേരിക്കയും പ്ലാൻ ചെയ്യുന്നത് അവർക്ക് താല്പര്യമുള്ള അവരുടെ സയനിസ്റ്റ് അമേരിക്കൻ അജണ്ട നടപ്പാക്കുന്ന ഒരു സൈനിക നേതൃത്വം, ഭരണ നേതൃത്വമായി മാറണം. എന്തിനാണ് അപ്പോൾ അസീം മുനീർ ഇന്നലെ ഇന്ത്യയെ ചീത്ത വിളിച്ചത്? അത് വളരെ കൃത്യമാണ്. കാരണം താൻ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പാവയാണെന്നുള്ള അലിഗേഷൻ ഉയർന്നു വരുമ്പോൾ ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവും. ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ വിരുന്ന് കൊടുത്തതെന്ന് പറഞ്ഞാൽ വലിയ സമ്മർദ്ദം ഉണ്ടാവും, വലിയ പ്രതിഷേധം ഉണ്ടാവും. അത് തണുപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ പരമ്പരാഗത വികാരം ആളിക്കെത്തിക്കാൻ വേണ്ടി ഇന്ത്യക്കെതിരെ 4 ചീത്തയും പറഞ്ഞു. മനസ്സിലായോ? അതിനകത്ത് ഈ അമേരിക്കൻ പ്രസിഡന്റുമായി അമേരിക്കൻ പ്രസിഡന്റ് അസീം മുനീറിനും വിരുന്ന് കൊടുത്തു, അതിൻ്റെ പിന്നിലെ യഥാർത്ഥ താല്പര്യം എന്താണെന്നത് മറയ്ക്കാൻ ടു ഹൈഡ് ആണ് അസീം മുനീർ ഇന്നലെ ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ വെല്ലുവിളി പോലെ പ്രകോപനപരമായ മുദ്രാവാക്യം അല്ലെങ്കിൽ ആഹ്വാനങ്ങൾ നടത്തിയത്. അതിന് പുല്ലുവിലയുള്ളൂ. കാരണം ഇപ്പം തന്നെ അവൻ്റെ നടുവൊടിഞ്ഞിരിക്കുകയാണ്. ഫെയിൽഡ് മാർഷലാണ്, അല്ലാതെ ഫീൽഡ് മാർഷൽ അല്ല എന്ന് ലോകത്തിനൊക്കെ അറിയാം. അവരിന്നലെ ഇതെല്ലാം ഈ ട്രംപിൻ്റെ സദ്യ കഴിഞ്ഞിട്ട്, ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഇയാൾ പോയിട്ട് ഇന്ത്യക്കെതിരായ വിജയം, പാകിസ്ഥാൻ നേടിയതിൻ്റെ ഒരു വിജയാഘോഷ പരിപാടി ഇയാൾ സ്വന്തം നിലയ്ക്ക് സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഏതായാലും അസീം മുനീറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക കളിക്കുന്ന കളി ഇറാനെ അടിക്കാനാണ്, ഇസ്രയേലിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ്. അത് ആത്യന്തികമായി അനധിവിദൂരമായ നാളിൽ വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിൽ ഒരു സമ്പൂർണ്ണ ഭരണമാറ്റം. ജയിലിൽ കിടക്കുന്ന PTA പ്രസിഡന്റ് ഇമ്രാൻഖാൻ പുറത്തു വന്നിട്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നില്ല. അവിടെ അടുത്ത പ്രധാനമന്ത്രി അസീം മുനീറാണ് എന്ന് ട്രംപ് ഇന്നലെ
പറയാതെ പറഞ്ഞ് ഒരു കരാർ, ഒരു സൂപ്പ് കുടിച്ച് ഒപ്പിട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.